ഹലോ മൈ ഡിയേഴ്സ്, ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? യെസ്, നമ്മളൊരു കുഞ്ഞു ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഇപ്പോഴത്തെ പകലുള്ള ഈ അന്തരീക്ഷം അല്ലെങ്കിൽ ചൂട് സമയത്ത് രാത്രി തന്നെയാണല്ലേ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പുറത്തിറങ്ങാൻ പറ്റിയ സമയം. നിങ്ങൾ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് റിലയൻസ് മോളിലാണ്. വൺ ഓഫ് ആദ്യക്കുട്ടൻസ് മോസ്റ്റ് ഫേവറേറ്റ്സ് ആണ് റിലയൻസ്. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് റിലയൻസിൽ വരുന്നതും അവിടെ ഷോപ്പ് ചെയ്യുന്നതും ഓടുന്നതും ചാടുന്നതും ഒക്കെ എവറിത്തിങ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ മുന്നേ വന്ന് അവൻ ആദ്യം ഷോപ്പിംഗ് കാർട്ടൊക്കെ എടുത്ത് അകത്തേക്ക് പോവാണ്. ഇനി അകത്തുള്ള കളികളെല്ലാം വേറെയാണേ. അവന് ഇഷ്ടമുള്ളതെല്ലാം അവൻ പോയി പിക്ക് ചെയ്യും. പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് അവനെ ഇച്ചിരി ഫ്രീ ആയിട്ട് നമുക്ക് വിടാൻ പറ്റുന്നത്. റിലയൻസിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വിടാം. അതുകൊണ്ട് ഇപ്പം മിക്കവാറും പതിവായിട്ട് പോകാറുണ്ട് അവന് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ. അങ്ങനെ നേരെ ചെന്നത് കിഡ്സ് വെയറിലോട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് കളേഴ്സൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഓഫേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ അതിനും അയാനും ഉള്ളതൊക്കെ പിക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് അയാൻകുട്ടനെ ഈ ട്രോളിക്കകത്തിരുത്തുന്നത്. അത് അതുവിൻ്റെ കൂടെയാണ് ആദ്യം ഇരുത്തിയത്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടായിട്ട് അവൻ ഇരിക്കുകയും ചെയ്തു. ഇടയ്ക്ക് വെച്ച് ഞാൻ അവനെ എടുത്തു. എനിക്ക് എന്തോ കിഡ്സിന്റെ സെക്ഷനിൽ നിന്ന് കണ്ണ് മാറുന്നേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്ഥിരം സെക്ഷനിലോട്ട് വന്നു, കുർത്തി സെക്ഷൻ. അപ്പോൾ അവിടെ എനിക്കൊരു ടോപ്പ് ഈ ടോപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാൻ എടുക്കുകയും ചെയ്തു. എൻ്റെ കണ്ണിലൂടക്കി, എൻ്റെ മനസ്സിലൂടക്കി ഞാനതങ്ങ് പൊക്കി. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നടന്ന് ഇങ്ങനെ പോയി കിഡ്സിൻ്റെ ട്രൗസേഴ്സും പാൻസിൻ്റെ ഒക്കെ സെക്ഷൻ വന്നപ്പോൾ അത് കൊള്ളായിരുന്നു. അങ്ങനെ അവിടെ നിന്നും പർച്ചേസൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ഒരു കാഷ്വൽ ചപ്പൽ വേണമായിരുന്നു. അപ്പോൾ അതും എൻ്റെ കാലിലിണങ്ങി കിട്ടി. അപ്പോൾ അതും എടുത്തു. അങ്ങനെ അതുകൂട്ടൻ ഫുൾ വൈബ്. അപ്പോൾ മെയിനായിട്ട് അയാൻകുട്ടൻ്റെ ഡയപ്പർ തീർന്നായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. പിന്നെ ബാക്കി അല്ലറ ചില്ലറ ഐറ്റംസും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആദ്യക്കുട്ടൻ്റെ കൂടെ അവൻ്റെ ഇഷ്ടത്തിനൊക്കെ ഇങ്ങനെ നടന്ന് സത്യത്തിൽ അല്ലെ അങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മൾ അങ്ങനെ മിങ്കിൾ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെ പ്രായമാവുള്ളൂ, മനസ്സെപ്പോഴും ചെറുപ്പമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ വരാനും അല്ലെങ്കിൽ ഇത്തരം മൊമെന്റ്സ് ആസ്വദിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിലെ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് പകരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി അത് വളരെ വലുതാണ്. അത് തന്നെയാണ് തികച്ചും എന്താ പറയുക ഈ വ്ലോഗ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഈ ചെറിയ ചെറിയ മൊമെന്റ്സിലൂടെ കിട്ടുന്ന ഹാപ്പിനെസ് അത് നിങ്ങളിലേക്കും ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് പകരുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ചിന്ന ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, കൗണ്ടറിൽ വന്നു. വീണ്ടും ആദ്യക്കുട്ടൻ അവൻ്റെ ടോയ് സെക്ഷനിലോട്ട് പോയിരിക്കുവാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം. അവൻ അവിടെ പോയി നിൽക്കുക. അവിടെ നിന്നും അവൻ ആവശ്യമുള്ളതൊക്കെ പിക്ക് ചെയ്തു. അപ്പോൾ ഒരു വലിയ തിരക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ നല്ല അടിപൊളി ആയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറാൻ പോവാണ്. അപ്പോൾ റിലയൻസിൽ വന്നാലൊരു ഡയറി മിൽക്ക് പതിവാണ്. അപ്പോൾ അതും കഴിച്ച് നമ്മൾ താഴോട്ട് പോവാണ്, ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോവാണ്. അപ്പോൾ സ്റ്റാഫൊക്കെ പോകുന്ന സമയമായി, നമ്മൾ ഇച്ചിരി ലേറ്റായാണ് വന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ താങ്ക് യു ഓൾ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ്